ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ ലളിതമായി എന്നാൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. കുട്ടികൾ വളരുമ്പോൾ വീട് ബഹളമയമാകും. പിന്നെ ഒരു നാൾ വീട് നിശബ്ദമാകും. ആ ബഹളമുള്ളപ്പോൾ തന്നെ അത് ആസ്വദിക്കുക. ഇതൊരു വലിയ സത്യമാണ്. ഇന്ന് നമ്മുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ കുട്ടിക്കാലത്തിൻ്റെ ഒച്ചപ്പാടുകളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ടേ. ഒരു പ്രായമായ അച്ഛൻ ഒരിക്കൽ തൻ്റെ മകൻ്റെ വീട്ടിൽ താമസിക്കാൻ പോയി. ആ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട് വലിയ ബഹളമാണ്. കളിപ്പാട്ടങ്ങൾ വാരി വലിച്ചിരിക്കുന്നു. കുട്ടികൾ കരച്ചിൽ, ചിരി, ഓട്ടം, പാട്ടുകൾ. വീടാകെ ഒരു യുദ്ധക്കളം പോലെ. അച്ഛൻ ആകെ അസ്വസ്ഥനായി. അദ്ദേഹം മകനോട് ചോദിച്ചു, ഇതെന്തൊരു വീടാണ്? ഒരിത്തിരി സമാധാനം കിട്ടാനില്ലല്ലോ. നിനക്ക് ബുദ്ധിമുട്ട് തോന്നില്ലയോ? മകൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അയാൾ ഒരു പുഞ്ചിരിയോട് മാത്രം നിന്നു. വർഷങ്ങൾ കടന്നുപോയി. കുട്ടികൾ വലുതായി. പഠനത്തിനും ജോലിക്കുമായി അവർ ദൂരസ്ഥലങ്ങളിലേക്ക് പോയി. വീട് പഴയതുപോലെ നിശബ്ദമായി. ഒരു ദിവസം അച്ഛൻ മകന്റെ വീട്ടിലെത്തിയപ്പോൾ വീട് മരുഭൂമി പോലെ നിശബ്ദമാണ്. എവിടെയും കളിപ്പാട്ടങ്ങളില്ല, ഓട്ടമില്ല, ചിരിയില്ല. മകൻ ഇപ്പോൾ ഒരു പഴയ കസാരയിൽ തനിച്ചിരുന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ മകനോട് ചോദിച്ചു, ഇപ്പോൾ വീട് നല്ല സമാധാനമാണല്ലോ, നിനക്ക് സന്തോഷമില്ലേ? മകൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, അന്ന് ആ കുട്ടികളുടെ ബഹളം ഉണ്ടായിരുന്നപ്പോൾ വീടിന് ജീവൻ ഉണ്ടായിരുന്നു. ഇന്ന് ഈ ബഹളമില്ലാത്തപ്പോൾ വീട് വെറും ഒരു കെട്ടിടത്തിന്റെ മടുപ്പ് മാത്രമേ ഉള്ളൂ. ആ പഴയ ബഹളമാണ് എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും വിലപ്പെട്ടതാണ്. ഇന്ന് വീട് നിറയെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിട്ടുണ്ടെങ്കിൽ ചുമരുകളിൽ വരയ്ക്കാനും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കാനും നമ്മുടെ കുരുന്നുകൾ ഒപ്പമുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒന്ന് ശാന്തമായിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. എന്നാൽ ഓർക്കുക, ആ നിശബ്ദത വരാൻ ഇനിയും സമയമുണ്ട്. അന്ന് ആ നിശബ്ദത നമ്മളെ വേദനിപ്പിക്കും. അതുകൊണ്ട് കുട്ടികളുടെ കുസൃതികളെ ദേഷ്യപ്പെടാതെ ഒരു പുഞ്ചിരിയോടെ കാണാൻ ശ്രമിക്കുക. അവർ പാടുന്ന പാട്ടുകള് ചോദിക്കുന്ന 1000 ചോദ്യങ്ങൾക്ക് ശല്യമായി കാണാതെ അതൊരു സംഗീതമായി കരുതുക. ഈ നിമിഷങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ല. അവസാനമായി ഇത്രമാത്രം പറയാം, നിങ്ങളുടെ വീട് ബഹളമാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരാണ്. ആ ബഹളത്തെ സ്നേഹത്തോടെ നെഞ്ചോടെ ചേർക്കുക. കാരണം നാളെ ഈ വീട് നിശബ്ദമാകുമ്പോൾ ഇന്നത്തെ ഈ ബഹളമായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ മധുരമുള്ള